ഭാരതം പുതുതലമുറ പ്രതിരോധ ആയുധങ്ങളോടൊപ്പം കുതിച്ചു പൊങ്ങുകയാണ്. രാജ്യ പുരോഗതിയാണ് ഓരോ ദിവസവും വാർത്തകളിൽ ഇടം പിടിക്കുന്നതും. വ്യോമാക്രമണ ശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. രാജ്യ വളർച്ച സൂചിപ്പിക്കുന്ന വലിയ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഇന്ത്യൻ വ്യോമാക്രമണ മേഖലയിലേക്ക് പുതിയ ഒരു മിസൈൽ എത്തുകയാണ്. ബ്രഹ്മോസ് ER എന്നാണ് വരാനിരിക്കുന്ന പുതുതലമുറ മിസൈലിന്റെ പേര്. ക്രൂയിസ് മിസൈൽ ശ്രേണിയിൽപ്പെടുന്ന ഈ ബ്രഹ്മോസ് മിസൈൽ വലിയ മാറ്റങ്ങളോടെ അതിനൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാണ് വരാനൊരുങ്ങുന്നത്. ഈ മിസൈൽ ഏത് വിമാനത്തിലാകും ഘടിപ്പിക്കുക? പറഞ്ഞുതരാം. 2027 ഇന്ത്യൻ വ്യോമസേനയുടെ Su-30 MKI ജെറ്റുകളിൽ നിന്ന് ബ്രഹ്മോസ് ER എന്ന ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് Su-30 MKI ജെറ്റുകളിൽ തന്നെ ഉൾപ്പെടുത്താനാണ് തയ്യാറെടുക്കുന്നത്. ബ്രഹ്മോസ് ERന് ഏകദേശം 2.3 ടൺ ഭാരമുണ്ട്. കൂടാതെ ബൂസ്റ്റർ ഇല്ലാത്ത രൂപകൽപ്പനയാണ് ഇവയ്ക്ക്. Su-30 MKI, റഫേൽ, അതുപോലെ തന്നെ ഭാവിയിലെ തേജസ് Mk2 യുദ്ധവിമാനങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടും എന്നതാണ്. 2025 ജൂണിൽ ഒഡീഷ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ ബ്രഹ്മോസ് ER വിജയകരമായി പറക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി എന്നതാണ്. ഇനി ഇവയുടെ കഴിവ് നമുക്കൊന്ന് പരിശോധിക്കാം. 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഇവയ്ക്ക്. ഇത് സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്ന് ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ നടത്താൻ IAFനെ അനുവദിക്കുന്നു. അങ്ങനെ സൗഹൃദ വ്യോമാതിർത്തിക്ക് പിന്നിൽ ആക്രമണ വിമാനങ്ങളെ സുരക്ഷിതമായി ഇവ സംരക്ഷിക്കുന്നു എന്നതാണ്. മറ്റു സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ റഡാർ അബ്സോർബിംഗ് മെറ്റീരിയലുകൾ, സൂപ്പർസോണിക് വേഗത നിലനിർത്തുന്നതിനുള്ള നൂതന റാംജെറ്റ് പ്രൊപ്പൽഷൻ, ഇത് മാക് 3 വേഗത കൈവരിക്കാൻ സഹായിക്കും. അതായത് 3700 km/h എന്ന വലിയ വേഗതയാണ് ഈ മാക് 3 വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സംയോജിത ഇന്ധന ടാങ്ക്, ഇന്റർസെപ്ഷൻ ഒഴിവാക്കാൻ AI പ്രാപ്തമാക്കിയ ടെർമിനൽ ഫംഗ്ഷനുകൾ എന്നിവ മിസൈലിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് കണ്ടെത്താനും നിർവീര്യമാക്കാനും ശത്രുക്കൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നു എന്നതാണ്. 2027 അവസാനത്തോടെയോ 2028ഓടെയോ ഇവ കളത്തിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായാണ് ബ്രഹ്മോസ് ER എന്ന ഈ പടുകൂറ്റൻ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. നേരത്തെ ഉണ്ടായിരുന്ന ബ്രഹ്മോസ് മോഡലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ER പതിപ്പ് ഒരു ബൂസ്റ്റർ ഇല്ലാതെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ 2.3 ടൺ ഭാരവും കുറഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം. ഈ ഒരു ഭാരം കുറഞ്ഞ രൂപകൽപ്പന കാരണം Su-30 MKI, റഫേൽ, അതുപോലെ തന്നെ ഭാവിയിലെ തേജസ് Mk2 പ്ലാറ്റ്ഫോമുകളുമായി ഇവ വേഗത്തിൽ സജ്ജീകരിക്കാൻ സാധിക്കുമെന്നതാണ്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഈ കുതിച്ചുചാട്ടം ഹിമാലയൻ മേഖലകളിലും അതുപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലകളിലും പ്രതിരോധം ശക്തിപ്പെടുത്തും. AI വലിയ രീതിയിൽ തന്നെ ഈ ബ്രഹ്മോസ് ERൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള 450 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലുകളെ 800 കിലോമീറ്റർ വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്നും പ്രതീക്ഷയുണ്ട്. കൂടാതെ ബ്രഹ്മോസ് ER വഹിക്കുന്നതിനു വേണ്ടി 60 Su-30 MKI യുദ്ധവിമാനങ്ങൾ വരെ പരിഷ്കരിക്കാനും ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്.